രാഹുൽ ദ്രാവിഡ് വന്നു രാജസ്ഥാൻ റോയൽസ് ടീമിനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കുമാർ സംഗകാര പടുത്തുയർത്തിയ ടീമിനെ ഒറ്റയടിക്ക് രാഹുൽ ദ്രാവിഡ് ടീമിന്റെ കോച്ചായി വന്നു, ടീമിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം സംഘകാര കോച്ചായിരുന്ന സമയത്ത് എത്ര മികച്ച പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, അതുപോലെ രവിചന്ദ്രൻ അശ്വിനി, പ്രസിദ്ധ് കൃഷ്ണ, ആവിഷ് ഖാൻ, നവദീപ് സൈനി, നന്ദന ബർഗർ, അതുപോലെ യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിനെ പോലത്തെ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിൽ. എന്നാൽ രാഹുൽ ദ്രാവിഡ് ഈ മേഘാലയത്തിന് മുമ്പായിട്ട് അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് കുറെ അയച്ചുകൊണ്ട് ടീമിൽ നടത്തി. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ടീമിൽ ഭയങ്കര അയച്ചുപണി നടത്തിയിട്ട് വലിയ രീതിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കി, ക്യാപ്റ്റൻ ഇപ്പം 3 മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റനെ ഇല്ലാഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ക്യാപ്റ്റൻ പോലും ടീമിലില്ല. ആകെ ആക്കിയത് റിയം പരാഗിനെയാണ്. റിയം പരാഗിനെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്ന് ആദ്യ മത്സരം തെളിയിച്ചതാണ്. ഇപ്പോഴത്തെ 2ാമത്തെ മത്സരവും തെളിയിച്ചതാണ്. കഷ്ടം തന്നെ. ഇപ്പൊ തുടർച്ചയായുള്ള 2ാമത്തെ മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുന്നത്. ഇന്നത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മത്സരം പരാജയം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പരാഗിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ക്യാപ്റ്റൻസിൽ ഞാൻ പരാഗിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബോളിംഗ് ചേഞ്ചുകൾ, ബോളിംഗിൽ അദ്ദേഹം കൊടുക്കുന്ന ഓരോ രീതി കാര്യങ്ങൾ, പല സമയത്തും സ്പിന്നർമാരെ കൊണ്ടുവരുന്ന, ഫാസ്റ്റ് ബോളർമാരെ കൊണ്ടുവരുന്ന സമയത്ത് സ്പിൻ ബോളർമാരെ കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്ലെയർക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാലുള്ള ഒരു ബാക്കപ്പ് ഇല്ല. കഷ്ടം തന്നെ. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ സംഘക്കാരെ പടുത്തുയർത്തി കൊടുക്കുന്ന ടീമിനെ രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്നു, ടീം നശിപ്പിച്ചു. ഇനിയുള്ള മത്സരങ്ങൾ എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.